ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷേ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവരെ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഫ് ഖാൻ്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എൻ്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നതും ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു അനീഫ് ഖാൻ്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് നിങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയെന്നാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം. അവിടെയാണ് ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടനെ 1 മണിക്കൂർ കാത്തു നിന്നു. പള്ളിയിൽ ബാങ്ക് കൊടുത്താണ് ഞങ്ങൾ കയറിയത്. അത്രയും ആ കുടുംബത്തോട് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും. എന്താ പറഞ്ഞത് ദിലീപേട്ടൻ വന്നിട്ട്? ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിൻ്റെ ഒരു അംശം പോലും ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല ഫിറോസ് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇന്നിപ്പോൾ അശോകട്ടൻ പോയ സമയത്ത് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റിയില്ല. നല്ലൊരു ഇമോഷണലായിരുന്നു. ഈ ഒരു കുടുംബം, അനീഫ് ഖാൻ്റെ കുടുംബം എന്ന് വെച്ചാൽ മലയാളികൾ സ്നേഹത്തോടെ നെഞ്ചിലേറ്റ കുടുംബമാണ്. അവരെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്നോടൊക്കെ ചോദിക്കല് അനീഫ് ഖാൻ്റെ ഭാര്യയും മക്കളും സുഖമാണെന്ന്. അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വേറൊരു ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു. സഫ മർവ എന്ന പേര് പോലും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അനീഫ് ഖാൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അനീഫ് ഖാൻ്റെ ഒരു വ്യക്തിയുടെ ക്യാരക്ടറാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരെയും ഒരേപോലെ, കുടുംബത്തിനെ ആയാലും എല്ലാം ഒരേപോലെ കണ്ടുവരികയാണ്. ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു മുഖം കൂടിയാണ് അനീഫ് ഖാൻ്റെ. അനീഫ് ഖാൻ വേറെ ഒന്നും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണുന്ന അനീഫ് ഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ. പക്ഷേ ഇന്ന് ദിലീപേട്ടനൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മോർണിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ പിന്നിൽ ബിഹൈൻഡ് ദ സ്ക്രീന് അനീഫ് ഖാൻ്റെ ഒരു ഇടപെടൽ, അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഇടപെടൽ, അത് ശരിക്കും അതിൻ്റെ ഒരു അഭാവം ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നാണ് ദിലീപേട്ടൻ ഇന്ന് രാവിലെ കൂടിയും പറഞ്ഞത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നുള്ളൊരു ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അനീഫ് ഖാൻ. എന്തായാലും ഇപ്പോൾ പുതിയ വീടായി, എന്താ പറയുന്നത്, ഡിസൈന് കാര്യങ്ങളൊക്കെ ഡിസൈനിലെ മക്കൾ ഹനീഫ് ഖാൻ്റെ മക്കൾ സഫ ഇവരൊന്ന് ഡിസൈൻ ചെയ്തിട്ട് ചെയ്തായിരുന്നു. അവർക്ക് ഒരു തീം ഉണ്ടായിരുന്നു, വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അനീഫ് ഖാൻ്റെ എന്തെങ്കിലും ഒരു കഴിവ് അവർക്ക് ഉണ്ടാവുമല്ലോ. അതിൽ ഒരാൾ CA, ഒരാൾ CS പഠിക്കാൻ. അതൊക്കെ അനീഫ് ഖാൻ്റെ വലിയൊരു ആഗ്രഹങ്ങളായിരുന്നു. CS പഠിക്കാൻ. രണ്ടുപേരും, ഒരാൾ CA ഒരാൾ CS പഠിക്കാൻ. അനീഫ് ഖാൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നുള്ളത് നല്ല സന്തോഷം. ഭയങ്കര നിങ്ങളുടെ അങ്ങോട്ടും നന്ദിയുണ്ട്. കാരണം എന്നും അനീഫ് ഖാൻ്റെ വിശേഷങ്ങൾ എത്തിച്ചിരിക്കുന്നതാണ് ഞാൻ. ഇപ്പം തീർച്ചയായിട്ടും എന്നും നിങ്ങളെ ഓർമ്മയിലും അനീഫ് ഖാൻ കുടുംബവും ഉണ്ടാവണം. ഞങ്ങളെ കുട്ടിക്കാലം മനോഹരമായി തീർത്ത അനീഫ് ഖാൻ അപ്പോൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല. ഒരുപാട് താങ്ക് യു. ഫുഡ് എന്തായാലും